ഹരിസാർ നമസ്കാരം. ബംഗാളിൽ, അതായത് കാലങ്ങളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചുകൊണ്ടിരുന്ന ബംഗാൾ, അതിനുശേഷം നന്ദിഗ്രാമിന്റെ വിഷയങ്ങളൊക്കെ വന്നു. അതിനുശേഷം മമതാ ബാനർജി അധികാരത്തിലേക്ക് വന്നു. മമത അധികാരത്തിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ബംഗാളിൽ ഒരു ശിവക്ഷേത്രത്തിൽ ഇപ്പോഴും ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അവിടെ പ്രവേശനമില്ല എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അവിടെ ആ പ്രവേശനത്തിന് വേണ്ടിയിട്ട് അവരവിടെ വല്ലാതെ കഷ്ടപ്പെടുകയും അവിടെ ഈ പ്രക്ഷോഭം ആരംഭിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ടും ഈ മമതാ ഗവൺമെന്റിനും അവിടെ കാര്യമായിട്ടൊന്നും ആ വിഷയത്തിൽ ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ കേരളത്തിലൊക്കെ ഇപ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെയൊക്കെ അതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം ഞങ്ങളാണ്, അതെല്ലാം ചെയ്തത് ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന CPM കാലങ്ങളായിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന ബംഗാളിൽ ഇങ്ങനെയാണ് സ്ഥിതിയെങ്കിൽ എന്തായിരുന്നു അവർ ഇത്രയും നാൾ അവിടെ ചെയ്തുകൊണ്ടിരുന്നത്? അതും മമതയേക്കാൾ കൂടുതൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്, ജ്യോതി ബസു ഉൾപ്പെടെ, ബുദ്ധദേവ് ഭട്ടാചാര്യ ഉൾപ്പെടെയുള്ള ആളുകൾ ഭരിച്ച ഒരു സ്ഥലം എന്ന നിലയ്ക്ക് ചോദ്യം വളരെ പ്രസക്തമാണ്. എന്താണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ, എന്താണ് എനിക്ക് തോന്നുന്നത്? ബംഗാളിലെ പൂർവ ബർദ്മാൻ ജില്ലയിൽ ഗിധഗ്രാം എന്ന ഒരു സ്ഥലത്ത്, അതൊരു ഗ്രാമമാണ്, ആ ഗിധഗ്രാമിലെ 130 ദളിത് കുടുംബങ്ങൾ ഇപ്പോൾ വലിയൊരു പ്രക്ഷോഭത്തിലാണ്. അവരുടെ ആവശ്യം ആ ഗ്രാമത്തിലെ ശിവക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള അനുവാദം അവർക്ക് കിട്ടണം. ഇതിനുവേണ്ടി അവർ വർഷങ്ങളായിട്ട് സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഒരു ചർച്ച ഉണ്ടായിരുന്നു, ആ ചർച്ചയും പരാജയപ്പെട്ടു. അവർക്ക് ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കാനെന്നല്ല, ആ ക്ഷേത്രത്തിൻ്റെ പടികൾ ചവിട്ടാൻ പോലുമുള്ള അവകാശമില്ല. നമ്മൾ ആലോചിക്കേണ്ടത്, കേരളത്തിൽ വന്ന് വലിയ വായിൽ പുരോഗമനം പറയുന്ന കേരളത്തിലെ CPMകാർ 35, 33, 35 കൊല്ലം വരെ ഭരിച്ച് മുടിച്ച ബംഗാളിലാണ് ഇപ്പോഴും ഈ സ്ഥിതി നിലനിൽക്കുന്നത്. ഇപ്പോഴവർ CPM അല്ല ഭരിക്കുന്നത്, മമതാ ബാനർജിയാണ്. പക്ഷേ ദേശീയ തലത്തിൽ പ്രതിപക്ഷ സഖ്യത്തിൻ്റെ വലിയ സമുന്നതയായ നേതാവാണ് മമതാ ബാനർജി. അപ്പം നമ്മൾ പറയുന്ന ഈ പുരോഗമനമൊക്കെ വലിയ വായിൽ പിന്നെ പറയുന്ന പുരോഗമനമൊക്കെ അത് തികഞ്ഞ കാപട്യമാണ്. ഇതൊക്കെ അടവ് നയം എന്ന് പറയുന്ന രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗമാണ്. യഥാർത്ഥത്തിൽ ഇവർക്ക് ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കരണ മേഖലകളിൽ ഇടത് പാർട്ടികൾക്ക് ഒരു റോളും ഉണ്ടായിരുന്നില്ല പണ്ട് തൊട്ടേ. ശരിക്കും കേരളത്തിൽ ക്ഷേത്രപ്രവേശനം കൊണ്ടുവന്നതിൽ ഇടത് പാർട്ടികൾക്ക് എന്തെങ്കിലും റോളുണ്ടോ? 1936 തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുന്നത് ചിത്ര തിരുനാൾ ബാലരാമവർമ്മ എന്ന തിരുവിതാംകൂർ രാജാവാണ്. അത് നമ്മൾ പലപ്പോഴും പിന്തിരിപ്പൻ എന്ന് ആക്ഷേപിക്കുന്ന അവിടുത്തെ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യരായിരുന്നു അതിൻ്റെ പിന്നിലുണ്ടായിരുന്നത്. CPയുടെ എല്ലാ നിലപാടുകളോടും യോജിക്കുന്നു എന്നല്ല ഇതിനർത്ഥം. സ്വതന്ത്ര തിരുവിതാംകൂർ വാദമൊക്കെ ഉന്നയിച്ച് വിഘടനവാദം ഉയർത്തിയ ഒരു നേതാവായിരുന്നു ഒരു അർത്ഥത്തിൽ CP. പക്ഷെ അതൊക്കെ പറയുമ്പോഴും CP രാമസ്വാമി അയ്യരാണ് ഈ പുരോഗമനപരമായ ഈ നടപടിക്ക് രാജാവിനെ പ്രേരിപ്പിച്ചത്. അപ്പോൾ ഇതിലൊന്നും ഇടതുപക്ഷ പ്രസ്ഥാനം, ഇടതുപക്ഷത്തിന് പുരോഗമനവും ആയിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷേ പലതിൻ്റെ പൈതൃകം അവർ ഏറ്റെടുക്കാറുണ്ട്. അതൊന്നും ചോദ്യം ചെയ്യാൻ ഇവിടുത്തെ ബുദ്ധിജീവികളോ സാംസ്കാരിക നായകന്മാരോ അല്ലെങ്കിൽ മറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കോ ഉള്ള ധൈര്യമില്ല. പലപ്പോഴും ഏകപക്ഷീയമായി ഈ പ്രൊപ്പഗൻഡ മെഷീനറി അവരുടെ കൈവശം ഉള്ളത് കാരണമാണ് ഈ പല നാട്ടിലെ എല്ലാ പുരോഗമന കാര്യങ്ങളുടെയും അവകാശം, പൈതൃകം ഇവർക്കാണ് എന്നുള്ളത് പലപ്പോഴും CPMൻ്റെ കമ്മ്യൂണിസത്തിൻ്റെ എതിരാളികൾ പോലും അങ്ങനെ ധരിച്ച് വെച്ചിരിക്കുകയാണ്. ഇപ്പം ഈ ബംഗാളിലെ പൂർവ്വ ബർധമാൻ ജില്ലയിൽ നടക്കുന്ന ഈ പ്രക്ഷോഭം കാണിക്കുന്നത് വർഷങ്ങളോളം അവിടെ ഭരിച്ച CPM ഇത്തരം കാര്യങ്ങളിൽ ഒരിക്കലും ശ്രദ്ധിച്ചിരുന്നില്ല. ഇതുപോലുള്ള വൈരുദ്ധ്യങ്ങളാണ് അക്രമവും അതുപോലെ തന്നെ പോലീസിനെയൊക്കെ ഉപയോഗിച്ച് ജനങ്ങളെ പറ്റിച്ച് 30-ലധികം കൊല്ലം അവിടെ ഭരണത്തിലുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഇലക്ഷൻ നടന്ന 5ാം സ്ഥാനം പോലും കിട്ടുന്നില്ല. അപ്പോൾ ഭീഷണിപ്പെടുത്തി നമുക്ക് എല്ലാ കാലവും എല്ലാവരെയും പറ്റിക്കാൻ പറ്റില്ല. എല്ലാ കാലവും ഒരു വ്യക്തിയെ നമുക്ക് പറ്റിക്കാം. കുറച്ചു കാലത്തേക്കായിട്ട് എല്ലാവരെയും നമുക്ക് കബളിപ്പിക്കാം. പക്ഷേ എല്ലാ കാലവും എല്ലാവരെയും കബളിപ്പിക്കാൻ പറ്റത്തില്ല. അതാണ് CPM ഇന്ന് ബംഗാളിൽ അനുഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഗ്രാമത്തിലെ 130 കുടുംബങ്ങളിലെ ഏതാണ്ട് 550ഓളം ദളിത് വിഭാഗക്കാർക്ക് ഈ ശിവക്ഷേത്രത്തിലെ പടികളിലേക്ക് പോലും ചവിട്ടാൻ അവർക്ക് പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം ഉള്ളപ്പോൾ കേരളത്തിലെ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പൈതൃകം ഏറ്റെടുത്തുകൊണ്ട് വലിയ ആഘോഷങ്ങൾ നടത്തുകയാണ് CPM ചെയ്യുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ അന്ന് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പോലും ഇല്ലായിരുന്നു.
ഉം. ഇങ്ങനെയുള്ള പരസ്പര വിരുദ്ധമായിട്ടുള്ള പിന്നെ വസ്തുതകൾ നമ്മുടെ തലയിൽ അടിച്ചേൽപ്പിക്കുകയും പിന്നെ കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികൾ പറഞ്ഞാൽ പിന്നെ അതിന് ചോദ്യമില്ല. പിന്നെ സാർ, പോളണ്ടിനെ അവിടെ കുറിച്ച് ഒരു അക്ഷരം അവിടെ ഒരു പറയുന്നത് കാര്യം, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ദളിതരായിട്ടുള്ള ആളുകൾ, താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളൊക്കെ ഇന്ന് ഇങ്ങനെ ക്ഷേത്രത്തിലൊക്കെ കയറാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയിട്ടുള്ള ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള സമരമാണ്, ജീവൻ കൊടുത്തുകൊണ്ടുള്ള സമരമാണ് എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ തള്ളുക. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അങ്ങനെ തെറ്റിദ്ധരിക്കുന്ന ആളുകളുമുണ്ട്. ഇപ്പോൾ വില്ലുവണ്ടി സമരവും അതുപോലെ തന്നെ വൈക്കം സത്യാഗ്രഹവും ഒക്കെയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്തും ഇതൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ബന്ധമുള്ളതല്ല എന്ന് പോലും ആളുകൾക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. പക്ഷേ അതിനൊപ്പം ഇവർ പറയുന്നത് ഈ പി കൃഷ്ണപിള്ളയുടെയും AKGയുടെയും ഒക്കെ ചരിത്രം ഇവർ പറയുന്നുണ്ട്. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക് കയറാൻ പറ്റാത്ത സമയത്ത് ഈ ഒരു നായറുമായി ബന്ധപ്പെട്ട ഒരു പദപ്രയോഗം തന്നെ ഇവർ നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ എന്താണ്, ഉശിരുള്ള നായർ മണിയടിക്കും, ഇലനക്കിയ നായർ പുറത്തടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഞങ്ങളാണത് ചെയ്തത് എന്ന് പറയുമ്പോൾ ആ സമയത്ത് അവർ കോൺഗ്രസിലായിരുന്നു, ഈ പറയുന്ന പോലെ AKGയും കൃഷ്ണപിള്ളയും എന്നൊക്കെ ഉള്ള കാര്യം പോലും മറച്ചു വെച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ല, അത് ഈ പ്രൊപ്പഗൻഡയുടെ ഒരു ശക്തിയാണത്. ഈ പിന്നെ സ്റ്റാലിൻ നടത്തിയ ഒരു പ്രൊപ്പഗൻഡ തന്ത്രമുണ്ട്. അതിന് പറയും ഫയർ ഹൗസ് ഓഫ് ഫോൾസ്ഹുഡ് എന്ന് പറയും. അതായത് നിരന്തരവും അതുപോലെ നിർഭയവുമായി കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുക. രാവിലെ എഴുന്നേറ്റ് രാത്രി വരെ നമ്മൾ കള്ളം പറയുകയാണെങ്കിൽ കേൾക്കുന്നവർ വിചാരിക്കും ഇതിൽ എന്തെങ്കിലുമൊക്കെ വസ്തുത ഉണ്ടാവും. കാരണം 100 കള്ളം പറയുമ്പോൾ അതിലെ ഒരു 10 എണ്ണം ജനം വിശ്വസിക്കും. അതിലെ പിന്നെ ബാക്കി 90 എണ്ണവും ജനം തള്ളിക്കളഞ്ഞാലും 10 എണ്ണം വിശ്വസിക്കും. ഇതാണ് ഈ ഒരു തന്ത്രത്തിന്റെ, ഫയർ ഹൗസ് ഓഫ് ഫാൾസ്ഹുഡ് എന്ന് പറയുന്ന ഈ തന്ത്രത്തിന്റെ ഒരു പ്രത്യേകത. അവിടെ നമ്മൾ കള്ളം പറയുമ്പോൾ ഒട്ടും സംശയിക്കരുതെന്നാണ്. കള്ളമാണ് പറയുന്നതെന്ന് പറയുന്ന ആളിന് തോന്നരുത് ഞാൻ സത്യമാണ് പറയുന്നതെന്നുള്ള രീതിയിൽ ആധികാരികതയോടുകൂടി കള്ളം പറയണം. അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ എല്ലാവരും വിശ്വസിക്കും. ഇതെല്ലാം പ്രൊപ്പഗൻഡ. അതുകൊണ്ടാണല്ലോ രാഘവ വാര്യർ എന്ന ഒരാള് ശബരിമല ക്ഷേത്രത്തിനെ കുറിച്ച് ഇതുപോലെ പല വലിയ കള്ളങ്ങൾ ഉണ്ടാക്കിയെടുത്തത്. ചെമ്പോലയൊക്കെ പിന്നെ വ്യാജമായി നിർമ്മിച്ചില്ലേ? എന്നിട്ട് അയാൾ എന്തെങ്കിലും ശിക്ഷ കിട്ടിയോ? ഒന്നുമില്ല. അത് ആരെങ്കിലും കേരളത്തിലെ എത്ര പേര് ഇപ്പോൾ ഓർത്തിരിക്കുന്നുണ്ട് ഈ വിഷയമൊക്കെ? കാരണം എന്താന്ന് വെച്ചാൽ നിരന്തരമായിട്ട് നിങ്ങളുടെ നേരെ കള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. രാപകൽ നിങ്ങളുടെ നേരെ പ്രൊപ്പഗൻഡയുടെ ഭാഗമായിട്ട് നിങ്ങളോട് കള്ളം പറയും. ഒന്നും ചെയ്യാനില്ല. അതിൽ കുറെ പേര് വിശ്വസിക്കും. ഈ എല്ലാത്തിൻ്റെയും പിറകിലെ സത്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പോകുന്നവർ വളരെ കുറവാണ്. സമൂഹത്തിൽ എല്ലാവർക്കും ജീവിക്കണ്ടേ? അവർക്കൊക്കെ ഓരോ ജോലിയുണ്ട്. ജോലി ചെയ്യുന്നതിന് അതിനിടയിലാണോ ഈ പിന്നെ ചരിത്ര വസ്തുതകളുടെ സത്യവും അസത്യവും ഒക്കെ തിരിച്ചറിയുക? അവരെ എവിടുന്നെങ്കിലുമൊക്കെ കേൾക്കുന്നത് അവരങ്ങ് വിഴുങ്ങും, വെള്ളം തൊടാതെ വിഴുങ്ങും. പക്ഷേ ഒരുപക്ഷെ കാലങ്ങൾക്ക് ശേഷമായിരിക്കാം ഇതൊക്കെ ആൾക്കാർ തിരിച്ചറിയുന്നത്. പക്ഷെ ഇപ്പൊ ബംഗാളിൽ അത് സംഭവിച്ചല്ലോ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ എല്ലാ കാലവും എല്ലാവരെയും നമുക്ക് പറ്റിക്കാൻ പറ്റില്ല. നമുക്ക് കുറച്ചു കാലത്തേക്ക് ഇത്തരം തന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് പലരുടെയും കണ്ണ് മൂടിക്കെട്ടാം. അത് CPM ചെയ്യുന്നുണ്ട്. ശരിക്കും ബംഗാളില് അതുപോലെ തന്നെ നമ്മൾ മമതയുടെ കാര്യത്തിലും ഈ ഒരു വിഷയം വളരെ ഇപ്പൊ മമത പ്രസക്തമാണ്. മമത അധികാരത്തിൽ കയറിയിട്ട് ഇപ്പൊ 2ാമത്തെ തവണയല്ലേ മമത അധികാരത്തിലെത്തിയിരിക്കുന്നത്, 3ാമത്തെ തവണ. അപ്പൊ മമതാ ബാനർജിയും ഇത്തരം വിഷയങ്ങളിലൊന്നും തന്നെ മമതാ ബാനർജിയും പ്രത്യേകിച്ചൊരു നിലപാട് എടുക്കുന്നില്ല. തൃണമൂൽ കോൺഗ്രസ് ദേശീയ തലത്തിൽ BJPയെ വിമർശിക്കുമ്പോഴും പിന്നെ പിന്നോക്ക സഖ്യത്തിന്റെ ഭാഗമാണെന്നോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി വാദോരാതെ പ്രസംഗിക്കുമ്പോഴും ഇത്തരം സാമൂഹ്യ അനീതികളും യാഥാർത്ഥ്യങ്ങളും ഒന്നും മമതയുടെ കണ്ണിൽ പെടുന്നില്ല. ഈ CPMന്റെ കഥ പറയുമ്പോൾ ഇതിനേക്കാളൊക്കെ വലിയ ദളിത് വിരോധം CPM പഴയ കാലത്ത് അവിടെ ചെയ്തിട്ടുണ്ട്. ബംഗ്ലാദേശിൽ നിന്നും വലിയ കുടിയേറ്റ ഇന്ത്യയിലേക്ക് വലിയ ഹിന്ദുക്കളുടെ അഭയാർത്ഥി പ്രവാഹം 1970-കളിലുണ്ടായി. ഈ ബംഗ്ലാദേശിലെ ആ യുദ്ധത്തിൻ്റെ ഒക്കെ കാലഘട്ടത്തിൽ അന്ന് ഇന്ത്യയിലേക്ക് എത്തപ്പെട്ട ഹിന്ദുക്കളുടെ ബഹുഭൂരിപക്ഷവും ദളിതുകളായിരുന്നു. ഈ ദളിതുകൾ മൊറേഛാപ്പ് എന്ന് പറയുന്ന ഒരു ദ്വീപുണ്ട്. ആ ദ്വീപിൽ ഈ ദളിതുകൾ അവിടെ വന്ന് താമസിച്ചു. അവരെ മത്സ്യം പിടിച്ചും അതുപോലെ തന്നെ അവിടെ ചെറിയ കൃഷിയൊക്കെ ചെയ്തും അങ്ങനെ ജീവിക്കുമ്പം നേരത്തെ CPM അന്ന് ആദ്യം അവിടെ കോൺഗ്രസ് ഭരിച്ചിരുന്നത്. അപ്പോൾ CPM ആണ് ഇവരെ വലിയ രീതിയിൽ ഇങ്ങോട്ട് ആകർഷിച്ചത്. അവർക്ക് ഉറപ്പ് കൊടുത്തിരുന്നു നിങ്ങൾക്ക് പിന്നെ റേഷൻ കാർഡ് തരും, നിങ്ങൾക്ക് വേണ്ട ആനുകൂല്യങ്ങൾ തരും, എല്ലാം തരുമെന്ന്. പക്ഷെ പിന്നീട് അവർക്ക് നേരെ അതിക്രൂരമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചത്.
അതായത് മൊറേഛാപ്പിലുണ്ടായ അതിഭീകരമായ അതിക്രമങ്ങളിൽ എനിക്ക് 5000-നും 7000-നും ഒക്കെ അടുത്തുള്ള ദളിതർ കൊല്ലപ്പെട്ടിരുന്നു. അതിനെക്കുറിച്ച് അവിടെ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ഈ 2000-ന് ശേഷം ഒരു പത്രപ്രവർത്തകൻ അതിനെക്കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ബംഗാളിൽ നടന്നിട്ടുണ്ട്. ഈ പുരോഗമനം എന്ന് പറയുന്നത്, ബംഗാളിൽ പലപ്പോഴും പുരോഗമനം എന്ന് പറയുന്നത് കുറച്ച് ആൾക്കാരുടെ പുരോഗമനമായിരുന്നു. ശരിക്കും ഇപ്പോൾ അവിടുത്തെ ഭരണകക്ഷിയും അതുപോലെ തന്നെ CPM ഉൾപ്പെടെയുള്ള പാർട്ടികളും സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാടെന്ന് പറയുന്നത്, ഈ ഗ്രാമത്തിലെ 300 ദളിത് കുടുംബങ്ങളും 1800 മറ്റുള്ളവരുമുണ്ട്, ഇതര വിഭാഗക്കാർ. അപ്പോൾ അവരാരും തന്നെ ഈ 1800 കുടുംബങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഈ 300 ദളിത് കുടുംബങ്ങൾ ഈ ക്ഷേത്രത്തിൽ കയറാൻ പാടില്ല എന്നൊരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സർക്കാർ എന്തെങ്കിലും ബലപ്രയോഗം നടത്തിയാൽ അവിടെ വലിയ രക്തച്ചൊരിച്ചിലുണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ദളിതുകൾക്ക് ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള അനുമതി തൽക്കാലം കൊടുക്കാത്തതെന്നാണ് അവിടുത്തെ ജില്ലാ കളക്ടറുടേതായി വന്ന ഒരു പ്രസ്താവന. RDOയുടെ ജില്ലാ കളക്ടറുടെയും ഒക്കെ ആയിട്ട് വന്ന പ്രസ്താവനകൾ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് അവർ കാണുന്ന ന്യായം. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇതേ ന്യായം മറ്റു പല സംസ്ഥാനങ്ങളിലും അവിടുത്തെ സർക്കാരുകൾക്ക് പറയാമല്ലോ. എന്തിനും ഏതിനും പിന്നെ ജന്മിത്തം നിലനിൽക്കുന്നു എന്ന് അധിക്ഷേപിക്കുന്ന ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഒന്നും ഇങ്ങനെയൊന്നും സംഭവിക്കുന്നില്ലല്ലോ. അവിടെ എങ്ങാനുമായിരുന്നു ഇത് സംഭവിച്ചെങ്കിൽ മലയാളം മാധ്യമങ്ങളിലൊക്കെ വലിയ ആഘോഷമായിരുന്നേന്, രാപകൽ ചർച്ചകളും. അതുപോലെ അവിടെ മഴ പെയ്യുമ്പോൾ ഇവിടെ കുട പിടിക്കാൻ അവർ ശ്രമിച്ചേന്. പക്ഷെ ഇതിപ്പം കണ്ടതുപോലും നടിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു വളരെ അപൂർവമായിട്ട് ചില മലയാള മാധ്യമങ്ങളുടെ ഓൺലൈൻ എഡിഷനിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്, ഇന്നിപ്പം കുറച്ച് മുമ്പ് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് വലിയൊരു വാർത്തയായിട്ട് ഇവിടെ വന്നിട്ടില്ല. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇത് വലിയൊരു സംഭവമാണ് ബംഗാളിൽ. ഇതൊക്കെ പിന്നെ പല സ്ഥലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പല നിലപാടുകളിലും ഇത്തരം ഒളിഞ്ഞു കിടക്കുന്ന പൊള്ളത്തരങ്ങൾ സമൂഹം പക്ഷെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത്, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രൊപ്പഗൻഡയുടെ വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. ആ പ്രൊപ്പഗൻഡ കൊണ്ട് എല്ലാവരുടെയും കണ്ണു കെട്ടുന്നു. നമ്മളെല്ലാവരും തന്നെ അവർ പറയുന്നത് ഞങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഈ നാട്ടിലെ അടിച്ചമർത്തപ്പെട്ടവർക്കെല്ലാം തന്നെ സ്വാതന്ത്ര്യം കിട്ടിയെന്നുള്ള ഒരു മൂഢവിശ്വാസം നമ്മളും അംഗീകരിക്കുന്നു. ഇതാണ് ഇന്നത്തെ സ്ഥിതി. തീർച്ചയായിട്ടും. എന്തായാലും എല്ലാ ക്ഷേത്രപ്രവേശന വിളംബരമടക്കം ഈ ദളിതനെ നവോത്ഥാനത്തിൻ്റെ പാതയിലേക്ക് എത്തിച്ച് ഭഗവാനെ കാണാനുള്ള വഴി ഞങ്ങളാണ് ഉണ്ടാക്കിയത് എന്ന് പറയുന്ന പുരോഗമന പ്രസ്ഥാനങ്ങൾ ഒന്നുകൂടെ സ്വയം ആത്മപരിശോധന നടത്തേണ്ട ഒരു കാര്യം തന്നെയാണ് അങ്ങ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബംഗാളിൽ ഇത്രയും കാലം അടക്കി ഭരിച്ച CPM-ഉം അതിനുശേഷം ഭരിക്കുന്ന മമതയ്ക്കും അവിടെ ഇപ്പോഴും ദളിതരെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാൻ, അവരുടെ ഇഷ്ടദേവനെ കണ്ട് തൊഴാൻ, അവിടെ പൂജ നടത്താൻ ഒന്നും തന്നെ അവർക്ക് അധികാരമില്ലാതെ അവരതിനു വേണ്ടിയിട്ട് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന മൗലിക അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെട്ട് അവിടെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇവരൊക്കെ തന്നെയാണ് വീണ്ടും ആത്മപരിശോധന നടത്തേണ്ടത്. എന്തായാലും ഈ ചർച്ചയുമായി സഹകരിച്ചതിൽ അങ്ങേക്ക് ഒരുപാട് നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.